കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മയ്ക്കെന്താ പറ്റിയേ? നേരം വെളുത്തപ്പോ തൊട്ട് ആരെയോ കാത്തിരിക്കുകയാണല്ലോ. ആർക്കു വേണ്ടിയായിരിക്കും? ദാസേട്ടാ, ഗുരുക്കളെ കണ്ടായിരുന്നോ? എന്താ പറഞ്ഞേ? കണ്ടായിരുന്നു കൗസല്യ. എന്താ പറഞ്ഞെന്ന് പറ. ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തന്നോ? ഓഹോ, പ്രശ്നപരിഹാരം അന്വേഷിച്ചു പോയതായിരുന്നല്ലേ? ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഗുരുക്കൾ എന്താ പറഞ്ഞത്? നമ്മുടെ കുടുംബത്തിന് ഇത് എന്തിന്റെ കഷ്ടകാലമാണെന്ന് ഓർത്തോർത്ത് രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അച്ഛൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെ? രാജഗുരുക്കൾ എന്ത് പരിഹാരോ പറഞ്ഞേ? ഇനിയിപ്പോ ഇവര് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കൂ? അതോ ഇവര് രണ്ടുപേരുമാണോ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ മുരുകനെയും കൃഷ്ണനെയൊക്കെ പോലെ ഇടതും വലതും ഓരോരുത്തരായിട്ട് ജീവിക്കാൻ പോവാ? ഭാമിയും രുക്മിണിയുമായി കൊട്ടാരം വീട്ടിലെ കൃഷ്ണലീല. ഊർമിളെ, നീ അടങ്ങിയിരിക്കില്ല. ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നിന്നെ രസിപ്പിക്കുന്നുണ്ടല്ലേ? അയ്യോ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണോ അജയൻ തമാശ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഇനി എന്തു പറഞ്ഞാലും കണക്കാ. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോന്ന് നോക്കിയാ മതി. സത്യമല്ലേ അജയേട്ടാ? ദേവേട്ടന്റെ മനസ്സിലും അതേ സംശയം തന്നെയല്ലേ? ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ ഈ സംശയം തന്നെയുള്ളത്. പക്ഷെ എന്തു പറയാനാ, ആരും അത് പുറത്തു പറയുന്നില്ല. എന്ന് കരുതി ഇതങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? നമ്മുടെ ദേവന്റെ ജീവിതം ഇങ്ങനെ പ്രശ്നങ്ങളുടെ തുടർക്കഥയായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? പരിഹാരം കൊണ്ടുവരണേ. പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. സമയവും സാഹചര്യവും ഒത്തുവരുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്താ അച്ഛ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞത്? അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നില്ലേ? ഇപ്പതേ അതിന് മുഹൂർത്തം നോക്കണോന്നൊക്കെ പറഞ്ഞ കഷ്ടം. മുഹൂർത്തം കുറിക്കാൻ ഇത് കല്യാണമൊന്നും അല്ലല്ലോ അച്ഛ. ഏത് കല്യാണമാണിവിടെ അസാധു എന്ന് അറിഞ്ഞാ മതിയല്ലോ. ഒന്ന് പറയച്ചാ. എല്ലാ കാര്യങ്ങളും എപ്പോഴും എല്ലാവരോടും പറയാനുള്ളതല്ല. ചില കാര്യങ്ങൾക്ക് സമയവും സന്ദർഭവും നോക്കണം. ആദ്യം എന്റെ അനന്തരവൾക്ക് അവകാശപ്പെട്ട ആസ്തി അവളുടെ പേരിലേക്ക് മാറ്റണം. അതൊക്കെ ഇപ്പൊ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഊർമിളെ, ചെറുപ്പത്തിൽ തന്നെ ആസ്തിയിൽ പകുതി അനന്തരവൾക്കാന്ന് വിൽപത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാ. ഇനി തൊട്ട് കൊട്ടാരം വീടിന്റെ പകുതി അവകാശം മാളവികയ്ക്കാണ്. ബാക്കിയുള്ളത് മാത്ര നമ്മുടേത്. ഇതോടെ എല്ലാവരുടെയും സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ആരെന്ത് കരുതിയാലും നമുക്കെന്താ? എന്നാലും
ഇവിടെ ഇപ്പൊ ആസ്തിയുടെ കാര്യമല്ലല്ലോ നമ്മുടെ പ്രശ്നം. ആസ്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആദ്യം ദേവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ, ആർക്കും തടസ്സങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. അതാ ഇപ്പൊ വേണ്ടത്. അതൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും കൗസല്യേ. എന്താണാവോ ആ പരിഹാരം? കിളവനതങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ഇയാളെ വല്ല സസ്പെൻസ് ത്രില്ലറും എഴുതാൻ വിടേണ്ടതായിരുന്നു. എന്താ ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നു. ദേവൻ ആരുടെ കൂടെ ജീവിച്ചാലും നിനക്കെന്താ? നീ എന്തിനാ അതിന് ടെൻഷൻ അടിക്കണം? ഇപ്പൊ ആരാ അതിനെ കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചത്? അവൻ ആരുടെ കൂടെ ജീവിച്ച എനിക്കെന്താ? അവൻ രണ്ടുപേരുടെയും കൂടെ ജീവിക്കട്ടെ, അതിന് എനിക്കെന്താ പ്രശ്നം? പിന്നെ നീ എന്താ വെരുകിനെ പോലെ? എന്താ വെളിച്ചം പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? ആസ്തിയുടെ പകുതി ഭാഗം മറ്റന്നാൾ മാളവികയ്ക്ക് എഴുതി കൊടുക്കും. അത് മൊത്തമായിട്ട് നമ്മുടെ കൈ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടതൊക്കെ. അതിനിടയ്ക്ക് പകുതി അവള് കൊണ്ടുപോയ ബാക്കിയുള്ളത് നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി പൊടിച്ചു കളയും. ഒടുവിൽ നമുക്കെന്താ ബാക്കി ഉണ്ടാവുക? ഇതിങ്ങനെ വിടാൻ പറ്റില്ല. അവസാനം നമുക്ക് ഒരു നയ പൈസ പോലും ബാക്കി ഉണ്ടാവില്ല ഊർമിളെ. നമുക്ക് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, എന്താ ചെയ്യാൻ പറ്റാന്ന് പറ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെയോ? എന്ത് ചെയ്യൂന്ന് പറ. നീയും എന്റെ ഭർത്താവും ഒരേപോലെ തന്നെയാ. ആ ചക്രക്കസേരോടൊപ്പം എന്നെ താരതമ്യം ചെയ്യേ. പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യണ്ടേ? അജയനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിനക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി ഇല്ല. കഴിവില്ലാത്തവനെയും ക്ലാരിറ്റി ഇല്ലാത്തവനെയൊക്കെ ഒരേ തുലാസിൽ തൂക്കാം. രണ്ടുപേർക്കും എന്തൊക്കെയോ മലമറിക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നിനുള്ള കഴകത്തില്ലെന്നേ ഉള്ളൂ. എന്നുവെച്ചാ ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നാ? എന്താ നീ ചെയ്തേ? ആവേശം കൂടുമ്പോ വിവരമില്ലാതെ എന്തെങ്കിലും ഒപ്പിക്കും. ഒടുവിൽ അവർ കൈയോടെ അത് പിടികൂടുകയും ചെയ്യും. നീ എന്താ മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ള? ഇപ്പൊ കൊട്ടാരം വീട് ആകമാനം ഫുൾ ഓൺ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണല്ലോ. തെറ്റുകൾക്കിടയിലൂടെ ശരി കണ്ടുപിടിക്കാൻ എല്ലാരും തലപുകഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. ഏറെയായിട്ട് നീ ചെന്ന് വീണു കൊടുക്കണ്ട. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നെങ്ങാണോ അവർക്ക് കിട്ടിയെന്നിരിക്കട്ടെ, അലക്കി പിഴിഞ്ഞ് ഉണങ്ങാനിടും. കഴിഞ്ഞ ദിവസം നടത്തിയ കള്ളന്റെ നാടകം ഓർമ്മയുണ്ടല്ലോ? അതിനേക്കാളും ഭീകരമായിരിക്കും. എന്നാ അവനെ അങ്ങ് കൊന്നുകളഞ്ഞ പിന്നാരും ചോദിക്കാനുണ്ടാവില്ല. ഏയ്, ഈ കൊല്ലും കൊലവിളിയും നിന്റെ ചിന്തയിൽ നിന്ന് മായ്ച്ചു കളയും. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെന്നറിഞ്ഞ ആദ്യം നിന്നെ അവര് കൊല്ലും. സാഹചര്യങ്ങളൊക്കെ തണുത്ത് അനുകൂലമാകുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരുന്നോണം. ഊർമിളെ, നീ പണ്ടത്തെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല. സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. ഏത് വകുപ്പിലാ നിന്നെ ഞാൻ വിശ്വസിക്കുക നിന്റെ കൂടെ നിൽക്കാൻ? ഇവിടെ എന്റെ ജീവിതം തന്നെ ചോദിച്ചെന്നോ. പേരിന് മൂത്ത മരുമോളാണെന്നേ ഉള്ളൂ. ഒന്നിനും കൊള്ളാത്തൊരു ഭർത്താവും. ഒരു ചൂലിന്റെ വില പോലും ആരും തരുന്നുമില്ല. അതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ അവ മരിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ വല്ലതും ചെയ്യാൻ പോയിട്ട് നമ്മൾ തന്നെ ബലിയാടാവരുതല്ലോ. സാഹചര്യങ്ങളൊക്കെ ഒന്ന് ആറ് തണുക്കട്ടെ വരും. അതുവരെ സമാധാനപ്പെടും. ഇനി ഇത് എപ്പോ തണുക്കുന്ന? നമ്മൾ എത്ര നാളെ കാത്തിരിക്കുക? മാളവികയ്ക്ക് സ്വത്ത് പകുത്തു കൊടുക്കുന്നത് വരെ. അന്നിവിടെ ഒത്തിരി സംഭവ വികാസങ്ങളുണ്ടാകും. ആസ്തി പകുത്തു കൊടുക്കുന്നത് ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കും. പക്ഷെ അതിനോടൊപ്പം നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും തടയാൻ ഇടയുണ്ടോന്ന് നോക്കാം. ഒന്ന് ക്ഷമിക്ക്. അതുവരെ നീ ആവേശം കാണിക്കരുത്, മനസ്സിലായല്ലോ?
അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ച പോരായിരുന്നോ? എന്തിനാ അവള് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിച്ചത്? വാങ്ങിച്ചു കഴിച്ചതോ പോട്ടെ, എന്തുകൊണ്ട് അവളത് പറഞ്ഞില്ല? എന്തിനവളത് എന്നോട് ഒളിക്കണം? പോട്ടെ, പറയാനുള്ള മടിയാണെന്ന് കരുതാം. എത്ര നാളെന്ന് വെച്ച് എങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുക? അനാഥാലയത്തിൽ നിന്ന് ചാടി പോകുന്നൊരു പെൺകുട്ടിക്ക് 3 നേരം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ കാശ് എവിടുന്ന? ഇവളുടെ കാര്യത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ട്. മാളവിക എന്ത് നാടകമോ കളിക്കുന്നേ? എങ്ങനെ അതൊന്നും മനസ്സിലാക്ക? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വേറെന്താ? എന്തെങ്കിലും പറ. നീ സംസാരിക്കുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ എന്ത് സുഖാണെന്നറിയോ? നിന്നെ ഓർക്കാത്ത ഒരു ക്ഷണം പോലും എന്റെ ജീവിതത്തിലില്ല. അത്ര എളുപ്പത്തിൽ മറക്കാനായിട്ട് നമ്മുടെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ചെറുപ്പം തൊട്ടുള്ള അടുപ്പല്ലേ. ഇനി എത്ര ജന്മം എടുത്താലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സുഖാണെന്നറിയോ? നിന്നെ ഓർക്കാത്ത ഒരു ക്ഷണം പോലും എന്റെ ജീവിതത്തിലില്ല. അത്ര എളുപ്പത്തിൽ മറക്കാനായിട്ട് നമ്മുടെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ചെറുപ്പം തൊട്ടുള്ള അടുപ്പല്ലേ. ഇനി എത്ര ജന്മം എടുത്താലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ചെറുപ്പം തൊട്ടുള്ള അടുപ്പോ? ആരോട് ഇവള് സംസാരിക്കുന്നേ? ചെറുപ്പം തൊട്ട് ഇവൾക്ക് ആരോടാ ഇത്ര അടുപ്പം? അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. നീ എന്റെ അടുത്തില്ലെങ്കിലും അടുത്തുള്ള പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി നിന്റെ പേരിന്റെ ആദ്യ അക്ഷരം ഞാൻ എന്റെ ശരീരത്തിൽ പച്ച കുത്തിയേക്കുന്നെ. അത്ര എളുപ്പത്തിൽ നിന്നെ ഞാൻ വിടുവൊന്നുമില്ല. നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഒന്ന് കാണാൻ കൊതിയാവുമായിരുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ എത്ര കാലമായിട്ട് ശ്രമിക്കുകയാണെന്നറിയോ? എന്നിട്ട് ഇപ്പോഴല്ലേ എന്റെ പ്രതീക്ഷകൾക്ക് ഫലം കിട്ടിയത്. ഇനി ഈ സുവർണാവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. ചെറുപ്പം തൊട്ടുള്ള അടുപ്പം എത്രയോ കാലം കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് ഇപ്പോഴാണ് ബലം കിട്ടിയെന്ന് വെച്ചാ എല്ലാം കൂടി കറക്കി കുത്തുമ്പോ ദേവേട്ടനോട് ഇവള് സംസാരിക്കുന്നതെന്ന് തോന്നുകയാണല്ലോ. ചേച്ചേ, അല്ലെങ്കിൽ തന്നെ ദേവേട്ടൻ എന്തിനാ ഇവളോട് സംസാരിക്കണം? ഇവള് വേറെ ആരെയോ പ്രണയിക്കുന്നുണ്ട്. അപ്പൊ ദേവേട്ടനെ കല്യാണം കഴിച്ചതോ? അപ്പോ ഇവര് തമ്മിലാണോ ഫോണിൽ സംസാരിക്കുന്നത്? എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ. ഓക്കെ, ബൈ. രണ്ടുപേരും ഒന്നിച്ചാ ഫോൺ വെച്ചത്. അപ്പോ ഇവര് രണ്ടുപേരും ആയിരുന്നല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളെ വേണ്ടെന്നും എനിക്ക് മാത്രമേ ഹൃദയത്തിൽ സ്ഥാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ കൂടെ ഇവളോട് ജന്മാന്തരങ്ങളുടെ ബന്ധാണെന്നൊക്കെ പറയുന്നു. ഈ ദേവേട്ടന്റെ മനസ്സിലെന്താ? എന്താ സാമ്രാണിത്തിരി ആകെ വിഷമത്തിൽ നിൽക്കുന്നത്? എന്റെ അമ്മോ, നാഗവല്ലി ഉണർന്നിരിക്കുകയാണോ? ആളേതായാലും ഗംഗയായിട്ടില്ല. എന്തു പറ്റി സാമ്രാണിത്തിരി? എന്താ മുഖം ഇങ്ങനെ കുത്തി വീർത്ത്? എന്നെ കണ്ടപ്പോ അങ്ങനെയൊക്കെ തോന്നും. ദേവേട്ടൻ നല്ല സന്തോഷത്തിലാണല്ലോ. എന്ത് സന്തോഷോ? എന്റെ കാര്യമാണോ? അതെല്ലോ. എന്താ അവളോട് ഫോണിൽ കൊഞ്ചി കുഴഞ്ഞത്? ആരോട്? ദേവേട്ടന്റെ മുറപ്പണിനോട്. ആ, ആദ്യ ഭാര്യയോട്. ചേട്ടാ, നിനക്ക് എന്താ പറ്റി സാമ്രാണിത്തിരി? ഞാൻ കണ്ടതും കേട്ടതൊക്കെ തന്നെയാ പറഞ്ഞത്. ശരിയാ, എന്തും സംസാരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഭാര്യയും ഭർത്താവും, മുറപ്പെണ്ണും മുറച്ചെറുക്കനും. മാത്രമല്ല ചെറുപ്പം തൊട്ടുള്ള അടുപ്പവും. ഉറച്ചടിത്തരാ. ഇതിനിടയ്ക്ക് ഞാനൊന്നും അല്ലല്ലോ. സാരല്ല, എന്ത് വേണേലും അയക്കോ. അച്ഛൻ തന്നെ പതിച്ച് തന്നാണല്ലോ. സാമ്രാണിത്തിരി, നീ എന്തൊക്കെയാ പറയുന്നേ? നീ വെറുതെ കാട് കയറി ചിന്തിച്ച് ഓരോന്ന് പറയല്ലേ. ഞാനാണോ കാട് കയറിയത്? ദേവേട്ടന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അവളുടെ ശരീരത്തിൽ പച്ചകുത്തി വെച്ചിരിക്കല്ലേ. എന്തിനെങ്ങനെ ഒളിച്ചും പാത്തും ഫോണിൽ കൂടെ? എല്ലാം നേരിട്ട് തന്നെ ആവാലോ. ആരും തടസ്സം പറയില്ല. നിനക്കെന്തോ കുഴപ്പമുണ്ട് വൈദേഹി.
അതിന് ഞാൻ എപ്പോഴാണ് അവളോട് ഫോണിൽ സംസാരിച്ചത്? അല്ലെങ്കിൽ വേണ്ട, നീ ഫോൺ എടുത്ത് നോക്കിക്കോ. ഫോൺ നോക്കിയിട്ട് എന്ത് കാര്യം? സംസാരിച്ചു കഴിഞ്ഞപ്പോ ഡിലീറ്റ് ചെയ്ത് കാണും. അതൊന്നും എനിക്കറിയാത്തോണ്ട് കളിപ്പിക്കാൻ എളുപ്പമല്ലേ? എന്റെ പൊന്നോ, അങ്ങനെയൊന്നും അല്ല സത്യമായിട്ടും. ഇപ്പൊ എന്താ ദേവേട്ടന് വേണ്ടേ? ദേവേട്ടൻ തെറ്റ് ചെയ്തോന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ആരെ എതിര് പറയാൻ? ധാരാളമായിട്ട് സംസാരിച്ചിരുന്നു. ചേട്ടാ, സംസാരിച്ചോളാനോ? ഞാനിപ്പോ മാളവിയോട് സംസാരിച്ചെന്നാ ഇവക്കെന്ത് വട്ടായോ? ഏയ്, അവിടെ നിക്കടി. എവിടേക്ക് പോവാണെന്ന് തോന്നുന്നു. പോവോ ചേച്ചി? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അടിപൊളി സാരിയാണല്ലോ. സുന്ദരിയായിട്ട് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ചേച്ചി. അനാഥാലയത്തിൽ വളർന്ന കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ ടിപ് ടോപ്പായി ഒരുങ്ങാൻ അറിയില്ലെന്നാ ഞാൻ കരുതിയത്. കുഴപ്പമില്ലല്ലോ, പൊള്ളിയായിട്ടുണ്ട് കേട്ടോ. അത് കോളേജിലായിരുന്നപ്പോ ഫ്രണ്ട്സിനെ കണ്ടു പഠിച്ചതാ. ഇതെന്താ, ടാറ്റു ആണോ? കൊള്ളാലോ മാളവിക. ദേവേട്ടന്റെ പേരല്ലേ? കൊള്ളാതിരിക്കുന്നത് എങ്ങനെയാ? എന്താ എഴുതിയിരിക്കുന്നത്? ആറോ? ഈ ആരുടെ പേരാ മാളവിക? നിന്റെ പേര് മാളവിക എന്നായതുകൊണ്ട് എം എന്നല്ലേ എഴുതേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ പേര് ദേവൻ എന്നായതുകൊണ്ട് ഡി എന്നെങ്കിലും എഴുതണായിരുന്നു. ഈ ആരാണാവോ മോളെ? അത് എന്റെ ഫ്രണ്ടിന്റെ പേരാ ചേച്ചി, രാധിക. അപ്പോ ദേവേട്ടന്റെ പേരല്ലായിരുന്നോ? ഇപ്പോഴല്ലേ ഫോണില് നിന്റെ പേര് പച്ച കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത്? അപ്പൊ സംസാരിച്ചത് ദേവേട്ടനോടല്ല, പക്ഷെ ഏതോ ഒരു ചെറുക്കനോട് തന്നെയാ സംസാരിച്ചെ. പിന്നെന്താ പെണ്ണിന്റെ പേര് പറയുന്നേ? രാധിക? കാര്യമില്ലാതെ മറ്റൊരു പെണ്ണിന്റെ പേരാരും ശരീരത്ത് പച്ച കുത്തില്ലല്ലോ. അതിശയം തന്നെ മാളവികെ. അനാഥാലയത്തിൽ വളർന്ന കുട്ടിയല്ലേ ചേച്ചി? അവിടെ ഇതൊക്കെയാ ബന്ധങ്ങള്. ചേച്ചി, അനിയത്തി, അമ്മ, അച്ഛൻ എല്ലാം ഞങ്ങളൊക്കെ തന്നെയാ. അവൾ എന്റെ പേര് അവളുടെ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനും അവളുടെ പേര് എന്റെ കയ്യിൽ ടാറ്റു ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളോ? അതോ ഇതുവല്ല ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള ചെറുക്കന്മാരുടെ പേരാണെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്. അതല്ല, ഓൾറെഡി ഇവിടെ ദേവനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതല്ലേ? അപ്പൊ വേറെ വല്ലവനും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ.